എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള മനോരമയുടെ വിശേഷങ്ങളാണ് ആദ്യം പറയുന്നത്. ഇന്നത്തെ മലയാള മനോരമ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പേജ് പരസ്യമാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയാട്ടെ, 2-3 പേജുകളിലായിട്ടാണ് ഒന്നാം പുറം എന്ന് പറഞ്ഞാൽ മലയാള മനോരമയുടെ ഒരു ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. വീണത് നെടും തൂൺ. ആയത്തുള്ള അലി ഖമേനി അങ്ങനെ ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു വലിയ പടം. ടെഹ്റാനിലെ ഉന്നതതല യോഗത്തിലേക്ക് ഇസ്രായേൽ US ആക്രമണം. വീണത് നെടും തൂൺ എന്ന് പറയുന്നത്. UAEക്ക് പിന്തുണ അറിയിച്ച് മോദി. ഇറാൻ പരമോന്നത നേതാവ് ഖമനയി എന്നാണ് മലയാള മനോരമ എഴുതിയത്. ഖമനയി കൊല്ലപ്പെട്ടത് ശനിയാഴ്ച ടെഹ്റാനിലെ ഓഫീസ് സമുച്ചയത്തിൽ. മരിച്ചവരിൽ ഖമനയിയുടെ മകളും മരുമകനും കൊച്ചുമകനും സേനാ മേധാവി, പ്രതിരോധ മന്ത്രി എന്നിവരും കൊല്ലപ്പെട്ടു. എന്തൊക്കെയായിരുന്നു ഈ മനുഷ്യൻ ഇറാനിൽ ചെയ്തു കൂട്ടിയെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അങ്ങനെ മറന്ന് അത്ര പിന്നോ എന്താ പറയാ, ഒരുപാട് വർഷം പിന്നിലൊന്നുമില്ല. മഹ്സ അമീനി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്, അല്ലെ? തലയിൽ നിന്ന് തട്ടം ഇത്തിരി മാറിപ്പോയതിന്, ഹിജാബ് ഇത്തിരി തലയിൽ നിന്ന് മാറിപ്പോവുകയും മുടിച്ചുരുളുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നതിന്റെ പേരിൽ ഈ മുതലിന്റെ മതപ്പോലീസുകാർ പിടിച്ചുകൊണ്ടുപോവുകയും ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത പെൺകുട്ടി കേട്ടോ. അവൾ ചെയ്ത കുറ്റം എന്തായിരുന്നു അറിയോ? അവൾ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതിരുന്നിട്ടില്ല. അവൾ ഹിജാബൊക്കെ ധരിച്ചിരുന്നു. പക്ഷെ കാറ്റത്ത് ഹിജാബ് പാറിപ്പോയി. കാറ്റടിച്ചാലും പാറാത്ത ഹിജാബായിരിക്കണം ധരിക്കേണ്ടത്. നിങ്ങളുടെ മുടിച്ചുരുൾ, ഒരു ചെറിയ മുടിച്ചുരുൾ പോലും പുറത്ത് കാണരുത്. പുറത്ത് കണ്ടാൽ വധശിക്ഷയായിരിക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ മുതലിനെയാണ് തീർത്തത് കേട്ടോ. ഞാനിന്ന് പത്രങ്ങളൊക്കെ നോക്കിയപ്പോൾ പത്രങ്ങളിലൊക്കെ ഭയങ്കര വിലാപമാണത്രേ ഈ മനുഷ്യന്റെ എന്താ പറയാ മരണത്തിൽ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇറാനിലെ തെരുവുകളിൽ സ്ത്രീകൾ വിജയം ആഘോഷിക്കുന്നു ഈ മനുഷ്യന്റെ മരണത്തിൽ. ഒരു ഇറാനിയൻ സ്ത്രീയുണ്ട് കേട്ടോ. അവരിപ്പോ കാനഡയിലാണ് താമസിക്കുന്നു തോന്നുന്നു. അവരാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഈ ജനുവരി മാസത്തിൽ ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധനായ, ഇപ്പം കേരളത്തിൽ ഒരുപാട് പുരോഗമനക്കാർ ഇങ്ങനെ ഇയാൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധൻ ആയത്തുള്ള അലി ഖമേനി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആ സ്ത്രീ പേര് വെളിപ്പെടുത്തിയാൽ പിന്നെ എപ്പം എന്താ പറയാ ഇവര് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നു കളഞ്ഞു എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. ആ സ്ത്രീ എന്താ പറയാ, അവര് കാനഡയിൽ എവിടെയാണ് ഇപ്പം കഴിഞ്ഞുകൂടുന്നത്. അവര് ഒരു ഫോട്ടോ എക്സിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ആയത്തുള്ള അലി ഖമേനിയുടെ പടം കത്തിച്ചിട്ട്, ആയത്തുള്ള അലി ഖമേനിയുടെ പടം കത്തുന്ന പടത്തിൽ സിഗരറ്റ് കൊളുത്തിക്കൊണ്ടൊരു യുവതി. ആ യുവതി പറഞ്ഞിരുന്നത്രേ, ഞാൻ നൃത്തം ചെയ്യും നിങ്ങളുടെ ശവമാടത്തിൽ കയറി നിന്നിട്ട്, നിങ്ങളുടെ കബറിടത്തിൽ കയറി നിന്നിട്ട് ഞാൻ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ. അവരിപ്പം ആഹ്ലാദിച്ച് നൃത്തം ചെയ്യുന്നതിന്റെ പടങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇപ്പൊ അമേരിക്ക ഇറാനിൽ കടന്നു ചെന്നിട്ട് ഇറാനിന്റെ എന്താ പറയാ ഈ ഇസ്ലാമിക നേതാവായ അല്ലെങ്കിൽ പരമോന്നത ആത്മീയാചാര്യനായ അലി ഖമേനിയെ കൊല്ലാൻ പാടുണ്ടോ? അത് അന്യരാജ്യത്ത് കടന്നു ചെന്ന് അത് എന്താ പറയാ അധിനിവേശമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതേ സമയത്ത് ആയത്തുള്ള അലി ഖമേനിക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഈ മനുഷ്യൻ കൊന്നൊടുക്കിയത് എത്ര പേരാണ്. മഹ്സ അമീനി കൊല്ലപ്പെട്ടിട്ട് തെരുവുകൾ തോറും പ്രക്ഷോഭമായിരുന്നു. ഈ പുറത്തു വന്ന കണക്കനുസരിച്ച് തന്നെ 4000-ൽ കൂടുതൽ സ്ത്രീകളെയാണ് ഇയാൾ ഈ ക്രൂരൻ കൊന്നൊടുക്കിയത് കേട്ടോ. അതുകൂടാതെ ഏതാണ്ട് ഒരു 40,000-50,000-ഓളം പ്രക്ഷോഭകാരികളെ ഇറാനിൽ കൊന്നൊടുക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള എല്ലാ കൊലപാതകങ്ങൾക്കും ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് എല്ലാ ഇത്തരത്തിലുള്ള ഏകാധിപതികളും ഓർമ്മിച്ചാൽ നന്ന്. ഏതായാലും മലയാള മനോരമ ഒരുപക്ഷെ എന്താ പറയാ, എനിക്ക് തോന്നുന്നില്ല കേട്ടോ,
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നേതാവ് കൊല്ലപ്പെട്ടിട്ട് പോലും മലയാള മനോരമ ഈ രീതിയിൽ അതിന്റെ ദുഃഖം പ്രകടിപ്പിച്ചിട്ടില്ല. ഇറാൻ പുതിയ എന്താ പറയാ പുതിയ നേതൃത്വമൊക്കെ ഇറാനിൽ വന്നിട്ടുണ്ട്. അത്തരം പുതിയ നേതാവ് 2 ദിവസത്തിനകം മതപണ്ഡിതൻ റാഫി ഉൾപ്പെടുന്ന 3 അംഗ സമിതിക്ക് താൽക്കാലിക ചുമതല. അങ്ങനെയുള്ള യുദ്ധവാർത്തകളാണ്. യുദ്ധവാർത്തകൾ അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് മലയാള മനോരമയിലെ വിശേഷങ്ങൾ. ഒരിക്കൽ കൂടി അതിന്റെ ഫ്രണ്ട് പേജ് കാണാം. വീണത് നെടുംതൂൺ ഖമനേയി കൊല്ലപ്പെട്ടു. മാതൃഭൂമി എന്താണ് പറയുന്നത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം ഇത്ര മാത്രം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.